ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പ് അല്പസമയത്തിനകം NDA സ്ഥാനാർത്ഥിയായി ഓം ബിർളയും ഇന്ത്യ സഖ്യത്തിൽ നിന്ന് കൊടിക്കുന്നിൽ സുരേഷുമാണ് മത്സരരംഗത്തുള്ളത്. ഓം ബിർളയ്ക്ക് YSR കോൺഗ്രസും അകാലിദളും പിന്തുണ പ്രഖ്യാപിച്ചു. കൊടിക്കുന്നിൽ സുരേഷിനെ തൃണമൂൽ കോൺഗ്രസ് പിന്തുണയ്ക്കും. കീഴ്വഴക്കം പാലിക്കാതെയുള്ള ഏകപക്ഷീയ നിലപാടിനെതിരെയാണ് മത്സരമെന്ന് ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. പാർലമെന്ററി ജനാധിപത്യത്തിൽ പാലിക്കേണ്ട മര്യാദ പാലിക്കാതെ അല്ലെങ്കിൽ ഇതുവരെയുള്ള കീഴ്വഴക്കങ്ങൾ അത് പാലിക്കാതെ വീണ്ടും ഏകപക്ഷീയമായി ഏകാധിപത്യപരമായി ഞങ്ങൾ ഈ ഭൂരിപക്ഷം ഇല്ലെങ്കിലും ഞങ്ങൾ ഘടകകക്ഷികളെയും മറ്റുള്ള സ്വതന്ത്രന്മാരെയൊക്കെ പിടിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിനെയോ അല്ലെങ്കിൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന കക്ഷികളെയോ ഒന്നും ഞങ്ങൾ ഗൗരവത്തിൽ കാണുന്നില്ല എന്നുള്ള ഒരു മെസ്സേജാണ് അവർ ഡെപ്യൂട്ടി സ്പീക്കറുടെ കാര്യത്തിലും അവർ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മത്സരിക്കുക എന്നല്ലാതെ വേറെ മാർഗമില്ല എന്നുള്ള ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. രാധാകൃഷ്ണൻ, എപ്പോഴാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്? എന്തൊക്കെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ നീക്കങ്ങൾ? വേണു, അല്പസമയത്തിനകം 11 മണിക്ക് സഭ സമ്മേളിക്കും. സഭ സമ്മേളിച്ചു കഴിഞ്ഞാൽ ആദ്യ നടപടിക്രമം എന്ന രീതിയിലേക്ക് സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്നതാണ് ഇപ്പോഴത്തെ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ സാധാരണഗതിയിൽ ഈ വോട്ടെടുപ്പ് എന്ന് പറയുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോകാറില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ അഭ്യർത്ഥിച്ചിരിക്കുന്നത് ഈ വോട്ടെടുക്കാൻ അല്ലെങ്കിൽ ഈ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു മത്സരം അത് ഒഴിവാക്കണം എന്നുള്ള ഒരു താല്പര്യമാണ് കേന്ദ്ര സർക്കാർ വീണ്ടും ഇപ്പോൾ പ്രതിപക്ഷത്തോട് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ പ്രതിപക്ഷം അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കുന്നത് NDAക്ക് ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള അംഗബലമുണ്ട്. ആ അംഗബലം ഈ സഭയിൽ ഉള്ള സാഹചര്യത്തിൽ ഏതെങ്കിലും വിധത്തിൽ മത്സരം നടന്നാൽ തങ്ങളുടെ സ്ഥാനാർത്ഥി തന്നെ വിജയം ഉറപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ സാധാരണ ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില ടെക്നിക്കലായിട്ടുള്ള നടപടിക്രമങ്ങൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ളതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടു പേർ ആ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരു പതിവില്ല. പകരം ഒരു പ്രമേയമായിരിക്കും പ്രധാനമന്ത്രി അവതരിപ്പിക്കുക. ഓം ബിർളയെ സ്പീക്കറായി ഈ സഭ തെരഞ്ഞെടുക്കുന്നു, അതിനെ പിന്തുണയ്ക്കുന്നു എന്ന പ്രമേയമായിരിക്കും പ്രധാനമന്ത്രി അവതരിപ്പിക്കാൻ പോകുന്നത്. ആ പ്രമേയത്തെ രാജ്നാഥ് സിംഗ് പിന്താങ്ങും. അതിനെ തുടർന്നായിരിക്കും ഈ പ്രമേയത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള എതിരഭിപ്രായം പ്രതിപക്ഷത്ത് നിന്ന് ഉയർത്തിയാൽ ഒരു വോട്ടെടുപ്പിലേക്ക് പോവുക. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ പ്രമേയം അംഗീകരിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതായത് കൊടിക്കുന്നിൽ സുരേഷിനെ തെരഞ്ഞെടുക്കണം എന്ന പ്രമേയം അടക്കം തള്ളിപ്പോവുകയും ഓം ബിർളയെ ഈ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തതായി പ്രോടൈം സ്പീക്കർ പ്രഖ്യാപിക്കുകയും ചെയ്യും. അഥവാ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സർക്കാർ അവതരിപ്പിച്ച പ്രമേയം തള്ളിപ്പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും രണ്ടാമത്തെ പ്രമേയമായിട്ട് കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്രമേയം എടുക്കുക. അവിടെ ഈ വേഗതയുടെ കാര്യത്തിൽ പറ്റിപ്പോയ ഒരു വീഴ്ചയാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അക്കാര്യത്തിൽ ഒരു വലിയ പ്രധാന പ്രശ്നമായിട്ട് മാറുന്നത്. കാരണം ആദ്യം സമർപ്പിക്കുന്ന പ്രമേയമാണ് ആദ്യമായിട്ട് പരിഗണിക്കുക. അങ്ങനെ ആദ്യം സമർപ്പിച്ച പ്രമേയം NDAയുടേതാണ്. അങ്ങനെയാണ് ഓം ബിർളയുടെ പ്രമേയം ആദ്യം പരിഗണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. കൊടിക്കുന്നിൽ സുരേഷിൻ്റെ രണ്ടാമതാണ് സമർപ്പിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രമേയം പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ അഥവാ ഈ പ്രമേയം സഭ സ്വീകരിച്ചില്ലെങ്കിൽ മാത്രം പരിഗണിച്ചാൽ മതി എന്ന വിധത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് കക്ഷികളും അവരുടെ ശക്തി പ്രകടനത്തിനാണ് ഈ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഈ കാലയളവിൽ ശ്രമിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു അംഗബലം വെച്ച് നോക്കുമ്പോൾ 307 പേരുടെ വോട്ടെങ്കിലും ലഭിക്കും എന്നാണ് NDA പറയുന്നത്. 228 വോട്ടുകളാണ് ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത്. വിജയിച്ചില്ലെങ്കിലും ശക്തി തെളിയിക്കാൻ തങ്ങൾക്ക് സാധിക്കും, അല്ലെങ്കിൽ സർക്കാരിന്റെ നിഷേധാത്മകമായിട്ടുള്ള സമീപനം, ആ സമീപനത്തിനെതിരെ വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകാനായിട്ട് തങ്ങൾ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി വ്യക്തമാക്കുന്നത്. ഈ നടപടിക്രമങ്ങളിൽ പ്രധാനമന്ത്രിയായിരിക്കും ഈ ഓം ബിർളയുടെ പേര് നിർദ്ദേശിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിക്കുന്നത്. ഒറ്റ വരിയിലുള്ള ഒരു പ്രമേയമായിരിക്കും അദ്ദേഹം അവതരിപ്പിക്കുക. 18ാം ലോക്സഭയുടെ സ്പീക്കറായിട്ട് ഓം ബിർളയെ ഈ സഭ തെരഞ്ഞെടുക്കുന്നു എന്ന പ്രമേയത്തിൽ തുടർന്ന് എതിരഭിപ്രായമുണ്ടെങ്കിൽ വോട്ടെടുപ്പ് നടക്കും. അതിനുശേഷമായിരിക്കും ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നത്. ഏതായാലും പ്രതിപക്ഷത്തെ സംബന്ധിച്ചും ഭരണപക്ഷത്തെ സംബന്ധിച്ചും ഒരു അഗ്നിപരീക്ഷയാണ്. വിജയം അഥവാ പരാജയം എന്നതിൽ ഉപരി തങ്ങളുടെ ഭാഗത്തിന്റെ ശക്തി സഭയിൽ തെളിയിക്കുക എന്നുള്ളതാണ് രണ്ട് വിഭാഗത്തിന്റെയും നിലപാട്. നേരത്തെ മറ്റു ചില പേരുകളൊക്കെ പരിഗണിച്ചിരുന്നെങ്കിലും ഓം ബിർളയുടെ പേരിന് തന്നെ ഇത്തവണ കൂടി അല്ലെങ്കിൽ രണ്ടാമതൊരു ടേം ഓം ബിർളയ്ക്ക് നൽകാനായിട്ട് പ്രധാനമന്ത്രി തന്നെയായിരുന്നു തീരുമാനിച്ചത്. അത് കഴിഞ്ഞ
സഭ കാലയളവിൽ സഭ നടത്തിക്കൊണ്ടു പോകുന്നതിൽ അദ്ദേഹം കാണിച്ച രീതി, പ്രത്യേകിച്ച് സർക്കാരിനെ സംബന്ധിച്ച് അത് പല ഘട്ടങ്ങളിലും അനുഗ്രഹമായി മാറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കാലാവധി രണ്ടാമത്തെ ഒരു ടേം കൂടി നൽകി വർദ്ധിപ്പിക്കാനായിട്ട് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്, NDA തീരുമാനിച്ചിരിക്കുന്നത്. 11 മണിക്ക് ഈ നടപടിക്രമങ്ങൾ ആരംഭിക്കും. വേണു. ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.